ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കണക്റ്റഡ് പോയിന്റ് ആണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. പുതുതായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എന്റെ പേര് സിജി ബിജു എന്നിട്ടാണ്. നമ്മൾ കേരള PSC റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് നോക്കുന്നത്. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായിട്ടും സെക്രട്ടേറിയറ്റ് OA ബന്ധപ്പെട്ട് നമ്മൾ ദിവസവും ലൈവ് സെഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പൊ നമ്മളിത് ഒരു റെക്കോർഡ് വീഡിയോ കണക്റ്റഡ് പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഇത് കഴിഞ്ഞ ദിവസം ചോദിച്ച ഒരു ചോദ്യമാണ്. MRTP നിയമത്തില് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1969 MRTP നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത്. മത്സരവും ന്യായവും മത്സരവും ന്യായമായ വ്യാപാരവും അപകടത്തിലാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു. വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിയമം. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഈ നിയമം നിർത്തലാക്കപ്പെട്ടു. നോക്കാം, ഇതിനകത്ത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. അതായത് ഇങ്ങനെ തരുന്ന സമയത്ത് ക്വസ്റ്റിനകത്ത് തന്നെ നമുക്ക് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ നോക്കാം. മത്സരവും ന്യായവുമായ വ്യാപാരം അപകടത്തിലാക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു. വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിയമമാണിത്. ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഈ നിയമം നിർത്തലാക്കപ്പെട്ടു. അപ്പൊ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കുത്തകകളും നിയന്ത്രണ ട്രേഡ് പ്രാക്ടീസുകളും, അതായത് MRTP നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് കുത്തകയും നിയന്ത്രണ ട്രേഡ് പ്രാക്ടീസുമാണ്. അതായത് മോണോപോളീസ്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്നിട്ടാണ് ഇതിന് ഫുൾ ഫോം എന്ന് പറഞ്ഞിരിക്കുന്നത്. മോണോപോളീസ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്, MRTP നിയമം ഇന്ത്യയിലെ കുത്തകകളെ തടയാനും അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു നിയമം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1991 ഇത് റദ്ദാക്കുകയും പകരം കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവരികയും ചെയ്തു. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിനകത്ത് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഉദാരവൽക്കരണത്തിന് ശേഷം ഇത് നിർത്തലാക്കി എന്നിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയില് മത്സരത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതികളെ തടയുന്നതിനും വിപണിയിലെ മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ സമഗ്രമായ നിയമമാണ് ഏത് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞത്. ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഇത് ഇച്ചിരി നല്ല ടൈറ്റ് ആയിട്ട് തോന്നും. MRTP എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ നമുക്ക് കുത്തകകളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ് കുത്തകകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ല എങ്കിൽ എന്തോ പറയാവുന്നതാണ്, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതേസമയം കോമ്പറ്റീഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരം, കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് വിപണിയിലെ മത്സരം, നല്ല രീതിയിലുള്ള മത്സരം പ്രോത്സാഹിപ്പിക്കുന്നതിനും പക്ഷെ കൂടുതൽ ഓവറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് തടസ്സപ്പെടുത്തുന്നതും ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്ന് ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് പോകാം. MRTP എന്ന് പറഞ്ഞിരിക്കുന്നത് കുത്തകകളും നിയന്ത്രണ ട്രേഡ് പ്രാക്ടീസുകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്. MRTP നിയമം ആർക്കൊക്കെ വേണ്ടിയാണ്? കുത്തകകൾക്കും നിയന്ത്രണ ട്രേഡ് പ്രാക്ടീസുകൾക്കുമുള്ള ഒരു നിയമമാണ്. 1969 ഇത് നിലവിൽ വന്നത്. ഓക്കെ, ഇനി കോമ്പറ്റീഷൻ ആക്ട്, അതായത് ഇതിനെ തുടർന്ന് വന്നിരിക്കുന്ന ആക്ട് ആണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറയുന്നത്. ആ കോമ്പറ്റീഷൻ ആക്ട് ഏത് വർഷമാണ്? 2002 നിലവിൽ വന്നത് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. അപ്പൊ MRTP നിയമം എന്ന് പറഞ്ഞിരിക്കുന്നത് 1969 2002 കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 1969 നിലവിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ ഉദാരവൽക്കരണത്തിന് ശേഷം അല്ലെങ്കിൽ 1991 ശേഷം ഈ ഒരു നിയമം എന്ത് ചെയ്തിട്ടുണ്ട്? റദ്ദ് ചെയ്തിട്ടുണ്ട്. പകരം അതിനകത്ത്
കുറച്ച് കാര്യങ്ങളൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ടാണ് ഏത് നിയമം പുതുതായിട്ട് നിലവിൽ വന്നത്? കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്ന നിയമം പുതുതായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ്ലി MRTP എന്തിനെ മാത്രമായിരുന്നു? കുത്തകകളും നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കൂടുതലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നത്. പക്ഷെ കോമ്പറ്റീഷൻ വന്നപ്പോൾ വിപണികളിലെ മത്സരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ടും നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി MRTP നിയമം പ്രാഥമികമായി കുത്തകകളെയും നിയന്ത്രിത വ്യാപാര സമ്പ്രദായങ്ങളെയും പറ്റിയിട്ടാണ് പറയുന്നത്. അതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേസമയം കോമ്പറ്റീഷൻ ആക്ട് അഥവാ മത്സര നിയമം ഏതിനെ പറ്റിയിട്ടാണ്? മത്സര വിരുദ്ധ രീതികളെ പറ്റിയിട്ടും ആധിപത്യ സ്ഥാനത്തിന്റെ ദുരുപയോഗം, ലയനങ്ങളുടെയും ഏറ്റെടുക്കലുകളുടെയും നിയന്ത്രണം എന്നിവ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കമ്പനി വേറൊരു കമ്പനിയിലേക്ക് ലയിക്കുന്നതും, അല്ല എങ്കിൽ ഏതെങ്കിലും കമ്പനീനെ വേറെ കമ്പനികൾ ഏറ്റെടുക്കുന്നതും, അങ്ങനെ വിപണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു മത്സര അധിഷ്ഠിത സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിനെ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ് കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞ പേരിൽ 2002 വന്നത്. മറ്റേതിനകത്ത് എന്ത് മാത്രമേ ഉള്ളായിരുന്നു? കുത്തകകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇവിടെ എന്തായിരുന്നു? മത്സരങ്ങൾ ഓവർ ആവാതിരിക്കാനും ലയനവും അതുപോലെ തന്നെ ദത്തെടുക്കൽ അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കൽ തുടങ്ങിയ പരിപാടികൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള ആക്ഷൻസിൽ പോവാൻ വേണ്ടിയിട്ടാണ് കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പൊ ആ 2 പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇനി ഈ പറഞ്ഞിരിക്കുന്ന MRTP നിയമത്തിന് പ്രധാനമായിട്ടും കൃഷി, വ്യവസായം, വ്യാപാരം എന്നീ മേഖലകളിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെ ഓർത്ത് വെച്ചേക്കണം? കൃഷിയിലുണ്ട്, വ്യവസായത്തിലുണ്ട്, വ്യാപാരത്തിലുണ്ട്. ഈ 3 കാര്യങ്ങൾ നമ്മൾ അവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഏതിനകത്ത്? ഈ MRTP നിയമം ഫോക്കസ്ഡ് ഓൺ കൃഷി, വ്യവസായം, വ്യാപാരം. അതായത് നമ്മളുടെ പ്രാഥമികവും ദ്വിതീയവും തൃതീയവുമായിട്ട് എല്ലാ സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ആര് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയണം. ഈ പറഞ്ഞിരിക്കുന്ന MRTP നിയമം. പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ ആക്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഫോക്കസ്ഡ് ഓൺ സാമ്പത്തിക മേഖലയിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എവിടെ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളായിരുന്നു? സാമ്പത്തിക മേഖലയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? മറ്റേത് 3 മേഖലയും ഫോക്കസ് ചെയ്തു. സാമ്പത്തിക മേഖല മാത്രമാണ് കോമ്പറ്റീഷൻ ആക്ട് അഥവാ മത്സര നിയമം ഫോക്കസ് കൊടുത്തത്. ഇനി MRTP നിയമം നടപ്പിലാക്കിയത് മോണോപോളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് കമ്മീഷൻ, കറസ്പോണ്ടിങ് ആയുള്ള കമ്മീഷനാണ് MRTP നിയമം പാസ്സാക്കിയത്. കോമ്പറ്റീഷൻ ആണ് എങ്കിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പൊ ഏത് ഏജൻസിയാണ് ഇത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഏത് കമ്മീഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിനോടൊപ്പം ജസ്റ്റ് ഒരു കമ്മീഷനോട് ചേർത്ത് അങ്ങ് പറഞ്ഞേച്ചാൽ മതി. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോമ്പറ്റീഷൻ നിയമം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും MRTP നിയമം MRTPയുടെ കമ്മീഷനുമാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി MRTP നിയമത്തിൽ വില നിയന്ത്രിക്കുന്നതിനും സാധനങ്ങളുടെ ഉൽപാദനത്തിനും വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അതേസമയം മത്സര നിയമത്തിൽ അത്തരം വ്യവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾക്കിപ്പോ ആകെപ്പാടെ 3 പോയിന്റാണ് ഇവിടെ പരീക്ഷയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്ത വരാനുള്ള ചാൻസ് ഉള്ള കണക്റ്റഡ് പോയിന്റ് ആണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ഇപ്പൊ MRTP നിയമത്തില് വില നിയന്ത്രണത്തിനും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും ഒക്കെ എന്തുണ്ടായിരുന്നു? നല്ല ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ കൺട്രോളിംഗ് ആർക്കുണ്ടായിരുന്നു? MRTP നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്നില്ല. മത്സര നിയമത്തിൽ ഈ വിലയെ പറ്റിയിട്ടോ സാധനങ്ങളുടെ ഉൽപാദനത്തിനെ പറ്റിയിട്ടോ ഒന്നും വ്യവസ്ഥകളൊന്നും ചെയ്യുന്നില്ല. അപ്പം എന്തൊക്കെയാണ്? കൃഷി, വ്യവസായം, വ്യാപാരം തുടങ്ങിയവ MRTPയിൽ പറയുമ്പോൾ സാമ്പത്തിക മേഖല മാത്രമാണ് കോമ്പറ്റീഷൻ ആക്ട് ഫോക്കസ് ചെയ്തിരുന്നത്. MRTP നിയമം നടപ്പിലാക്കിയത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കമ്മീഷൻ ആണെങ്കിൽ കോമ്പറ്റീഷൻ നിയമം കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് വന്നിരിക്കുന്നത്. MRTP നിയമത്തിനകത്ത് വില നിയന്ത്രണ സംവിധാനമായിട്ടും പ്രൊഡക്റ്റ് ഉൽപാദനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ആ കാര്യങ്ങളൊന്നും കോമ്പറ്റീഷൻ ആക്ടിനകത്ത് പറയുന്നില്ല എന്നതും നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി MRTP നിയമത്തിൽ ലയനങ്ങളും ഏറ്റെടുക്കലും നിയന്ത്രിക്കുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. MRTP നമ്മളിപ്പോ MRTPയുടെ കാര്യം പറഞ്ഞപ്പോ അവിടെ എന്ത് മാത്രമേ ഉള്ളായിരുന്നു? കുത്തകകളെയും വ്യാപാരത്തിനെയും മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ലയനവും ദത്തെടുക്കലും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ കോമ്പറ്റീഷൻ ആക്ടിനകത്ത് ഓവറായി കഴിഞ്ഞാൽ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ള നിയമങ്ങളൊക്കെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷൻ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. ഇപ്പൊ കോമ്പറ്റീഷൻ ആക്ടിനകത്താണ് ലയനങ്ങളെ പറ്റിയിട്ടും ഏറ്റെടുക്കലിനെ പറ്റിയിട്ടും ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇനി MRTP നിയമത്തിന് ആധിപത്യം നിർണ്ണയിക്കുന്നതിന് വ്യത്യസ്തമായ ഒരു പരിധി ഉണ്ടായിരുന്നു. അതായത് അവിടെ പവർ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. പക്ഷേ കോമ്പറ്റീഷൻ ആക്ടിന് ആധിപത്യം നിർണ്ണയിക്കുന്നതിന് കൂടുതൽ വസ്തുനിഷ്ഠവും സുതാര്യവുമായ രീതികളുണ്ട്. അപ്പൊ അതായത് കോമ്പറ്റീഷൻ ആക്ടിനനുസരിച്ച്
അതായത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് കൂടുതൽ പവർ കൊടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെ കുറച്ച് നിയമങ്ങൾ കൊണ്ട് വളരെ കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആധിപത്യം ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തുണ്ടായിരുന്നു, വളരെ വസ്തുനിഷ്ഠമായിട്ടും സുതാര്യവുമായിട്ടുള്ള രീതികൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷൻ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എവിടെ പറഞ്ഞിട്ടില്ല? MRTP-യിൽ പറഞ്ഞിട്ടില്ല. ഇനി MRTP നിയമത്തിന് പിഴകൾക്ക് പരിമിതമായ വ്യാപ്തി മാത്രമേ ഉണ്ടായിരുന്നു. അതായത് അവിടെ ഫൈൻ ഒക്കെ വരുമ്പോൾ വളരെ ലോ ലെവലിലുള്ള ഫൈൻസ് ഒക്കെ ഉള്ളായിരുന്നു. അതേസമയം കോമ്പറ്റീഷൻ ആക്ട് വരുന്ന സമയത്ത് ഹൈ ലെവലായിട്ടുള്ള ഫൈൻ ഒക്കെയാണ് ഉണ്ടായത്. ഉയർന്ന പിഴയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം. ഓക്കെ, MRTP നിയമത്തിന് പിഴകളൊക്കെ ഉണ്ട്, പക്ഷെ അതിന് വ്യാപ്തി വളരെ ചെറുതായിരുന്നു, പരിമിതമായ വ്യാപ്തി. അതേസമയം കോമ്പറ്റീഷൻ ആക്ട് വരുന്ന സമയത്ത് ഉയർന്ന പിഴയും അതിന്റെ പിഴകളും ഒക്കെ ഹൈ ലെവലിലുള്ള ഫൈൻസ് ഒക്കെയാണ് അവിടെ ചാർജ് ചുമത്തിയിരുന്നത്. ഇനി MRTP നിയമം 2002-ലാണ്, അതായത് 1969 നിലവിൽ വന്നു. 91-ന് ശേഷം ഇത് റദ്ദാക്കി. അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചു. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഏത് വന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റീഷൻ ആക്ട് വന്നിരിക്കുന്നത്. അപ്പൊ ഈ കോമ്പറ്റീഷൻ ആക്ട് ആക്ച്വലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 2002-ആണ്. അപ്പൊ നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കലി പറഞ്ഞാണ് MRTP നിയമം 2002 റദ്ദാക്കി. ആക്ച്വലി 1991 നോർമലി റദ്ദായി. പക്ഷെ ഇത് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് ഏത് പേരിലേക്ക് ഒന്ന് മാറ്റിയിരിക്കുന്നത്, കോമ്പറ്റീഷൻ നിയമം എന്ന് പറഞ്ഞിരിക്കുന്ന പേരിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളോടെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് 2002 റദ്ദാക്കി എന്നിട്ടുള്ള രീതി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഒരു കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഒരു പ്രാഥമിക നിയമമായിട്ട് ആരിനെ മാറ്റി, ഈ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റീഷൻ ആക്ടിനെ മാറ്റി. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് ഒന്ന് പഠിച്ചു വെക്കണം. എന്തൊക്കെയാണെന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് ഇവിടുത്തെ ചോദ്യങ്ങൾ നോക്കുകയെ 1969-ലെ MRTP നിയമത്തിൽ താഴെ പറയുന്നവർ ശരിയല്ലാത്തത് ഏത്? മത്സരവും ന്യായമായ വ്യാപാരവും അപകടത്തിലാക്കാൻ സാധ്യതയുള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ഈ നിയമം ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണോ? മത്സരവും ന്യായവുമായ വ്യാപാരം അപകടത്തിലാക്കാൻ സാധ്യത ഉള്ള പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ ഈ നിയമം ലക്ഷ്യമിടുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ആണ്, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, വ്യാപാരവും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഈ വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിയമമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. വൻകിട വ്യവസായ സ്ഥാപനങ്ങളുടെ കുത്തക അധികാരം, എസ്. ഇനി ഈ നിയമം ആസാം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. കാര്യം ഇതിപ്പം നിലവിലില്ല എന്നിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഇന്ത്യയുടെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന് ശേഷം ഈ നിയമം നിർത്തലാക്കപ്പെട്ടു, എസ്. അതായത് ഇതിനൊരു നിർത്തലാക്കപ്പെട്ടു ഏതിലാണ്? 1991-ന് ശേഷം, അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിന് ശേഷം നമ്മളുടെ ഈ MRTP നിയമം നിർത്തലാക്കി. പകരം 2002-ൽ ഏത് വന്നു? കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നു എന്നിട്ടുള്ള കാര്യം നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെയാണ് ഇനിയും വരാനുള്ളത് എന്നിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കണം. കോമ്പറ്റീഷൻ ആക്ട് 2002-ലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കൂടുതലും ലയനവും ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കൂടുതൽ വരുന്നത്. അതുപോലെ തന്നെ മത്സര വിരുദ്ധ രീതികളൊക്കെ ഇവിടെ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. MRTP-യിലാണെങ്കിൽ കൃഷി, വ്യവസായം, വ്യാപാരത്തിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് സാമ്പത്തിക മേഖലയിൽ ഫോക്കസ് ചെയ്തു ആര്? ഈ പറഞ്ഞിരിക്കുന്ന കോമ്പറ്റീഷൻ ആക്ട്. ദെൻ MRTP അതിന്റെ കറസ്പോണ്ടിങ് കമ്മീഷൻ, കോമ്പറ്റീഷൻ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കമ്മീഷന്. പിന്നെ വില നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട ആരാണ്? MRTP-യിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഇവിടെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും അവിടെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഇനി ലയനങ്ങളും ഏറ്റെടുക്കലും MRTP-യിൽ പറയുന്നില്ല എങ്കിലും എവിടെ പറയുന്നുണ്ട്? കോമ്പറ്റീഷൻ ആക്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. MRTP നിയമത്തിന് ആധിപത്യം നിർണ്ണയിക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള പരിധി ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്തില്ല, വളരെ വ്യക്തമായിട്ട് തന്നെ അതിനെ പറ്റിയിട്ട് ഒരു സ്പെസിഫൈ ചെയ്ത് ആർക്കൊക്കെയാണ് ആധിപത്യം കൊടുക്കുന്നത് എന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. ഇനി MRTP നിയമത്തിന് പിഴകൾക്ക് അതായത് ഭയങ്കരമായിട്ട് ഫൈൻ ഒന്നും എവിടെ ഇല്ലായിരുന്നു MRTP. പക്ഷെ എവിടെ ഭയങ്കരമായിട്ട് ഫൈൻ ഉണ്ടായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഫൈനും ഉണ്ടായിരുന്നു. എവിടെ? പിന്നെ കോമ്പറ്റീഷൻ ആക്ടിനകത്ത്. ഇനി MRTP നിയമം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 91-ല് നിർത്തലാക്കി. പിന്നെ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്തത് കൊണ്ടാണ് ഇവിടെ വീണ്ടും ഇവിടെ 2002 എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോർമലി 91-ന് ശേഷം ഇത് ഇല്ല. പകരം 2002-ൽ ഇതിനെല്ലാം കൂടെ മോഡിഫൈ ചെയ്ത് 2022-ൽ ആര് വന്നു? ഈ കോമ്പറ്റീഷൻ ആക്ട് നിലവിൽ വന്നു എന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ എത്ര ആണ് ശരിയായിട്ട് വരുന്നത്? ശരിയല്ലാത്ത ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. ബാക്കി 3 കാര്യങ്ങളും നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് നമ്മളുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. ഇപ്പൊ നമ്മൾ ഏകദേശം
പ്ലസ് ടോപ്പിക്സ് 70+ ടോപ്പിക്സ് ഫോക്കസ് ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഡീപ് ലെവലിലേക്കാണ് നമ്മളത് പഠിക്കുന്നത്. പിന്നെ എന്താണ് പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി, കേരള അഡ്മിനിസ്ട്രേഷൻ, ഹിസ്റ്ററി, കെമിസ്ട്രി, ജോഗ്രഫി, കമ്പ്യൂട്ടർ, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, സ്പെഷ്യൽ ലോസ്, ആർട്സ്, ലൈഫ് സയൻസ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയാസ് ആണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സൂമിലാണ് നമുക്ക് ലൈവ് സെഷൻസ് വരുന്നത്. വീക്കിലി 5 ക്ലാസ് ആണ്. എല്ലാ വെള്ളിയാഴ്ചയും വീക്കിലി എക്സാംസ് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ എല്ലാ ദിവസവും കമ്പൈൻഡ് സ്റ്റഡി 7:45 മുതൽ 8:15 വരെ ഗ്രൂപ്പിലുണ്ട്. പിന്നെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടിയുള്ളത് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് തന്നെ. പിന്നെ ലൈവ് കാണാൻ പറ്റുന്നവർക്കാണെങ്കിൽ റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ്. എല്ലാവർക്കും PDF അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ ഇതുവരെയുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു വരാൻ പറ്റുന്നതാണ്. പിന്നെ മെസ്സേജ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. 8078962109 എന്ന് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ. അപ്പൊ ശരി, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഐ ലവ് യു ഓൾ.